ഹലോ. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് മൂത്തമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ സ്റ്റൈലാക്കി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് പെരുമ്പിലാവിലുള്ള വിദ്യാലോകം ഹോട്ടലൊന്ന് കാണാൻ പോയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മുടെ പഴയ കാല സിനിമയിലുള്ള പോസ്റ്ററുകളും നായകന്മാരൊക്കെ അവിടെ ശരിക്കും ഇങ്ങനെ നമ്മൾ ചെല്ലണം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ കൂടെ സൗദമ്മയുടെ വീട്ടിലുള്ള അവരും എല്ലാവരും താത്തയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ നല്ല എൻജോയ് ആയിട്ട് അവിടെ അങ്ങനെ ഓടി കളിക്കാൻ തുടങ്ങി. കടന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു തണുപ്പായിരുന്നു കേട്ടോ. കാരണം വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ മൊത്തത്തിലൊന്ന് നടന്ന് കണ്ട് നോക്കിയിട്ടാണ്. പിന്നെ നമ്മളെന്താ പറയുക, ഈ പഴയ സിനിമകൾ ഒരു 80-90കളിലുള്ള ആ കാലഘട്ടത്തിലുള്ള നടന്മാരെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പോസ്റ്ററൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ പൊന്നൂസും ടീമും ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ടും ഫോട്ടോ എടുത്തിട്ട് നല്ല നല്ല സ്പേസ് സീനറികളൊക്കെ കാണുമ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സെക്ഷനുണ്ട്. പിന്നെ ഔഷധങ്ങളുടെ വിഭാഗം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുകളിലുള്ള ഒരു ഹട്ടിലാണ് കേട്ടോ കയറിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൊന്നൂസിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്ക് മുറിക്കണ ആഘോഷം ഞങ്ങൾ അവിടെ വെച്ചിട്ടാക്കിയിട്ടാണ്. അപ്പോൾ അത് സർപ്രൈസ് ആയിരുന്നു. കേക്കിൻ്റെ കാര്യം പൊന്നൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ തന്നെ താത്ത പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ പൊന്നൂസ് ആ കേക്ക് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ അവൾക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ അവളെ കൊണ്ട് കേക്ക് മുറിപ്പിച്ച് എല്ലാവർക്കും സന്തോഷത്തോടെ കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഫുഡ് ഇപ്പോൾ വരും എന്നുള്ളതിൽ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കേക്ക് കൊടുത്തിട്ടാണ് സന്തോഷം എല്ലാവരും കൂടി പങ്കിടാന്നുള്ളതിൽ. അപ്പോൾ ഞാനിങ്ങനെ അക്ഷയമേൽ ഇരിക്കുക, അപ്പോൾ എന്താ വരാത്ത കാണാത്ത എന്നുള്ളതിൽ. കുറേ ടൈം കഴിഞ്ഞിട്ടോ ഫുഡ് കിട്ടിയത്. അത് കുറച്ച് ലേറ്റായിട്ട് വേഗമൊന്നും കിട്ടിയില്ല. കുറേ സമയം ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. തിരക്കിട്ടിട്ടൊരു കഴിപ്പായിരുന്നു. കാരണം അത്രയും ടൈം വെയിറ്റ് ചെയ്തിരുന്നിരിക്കുന്നത്, വേഗമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ദിവസം അവിടെ ചിലവാക്കിയ ബർത്ത്ഡേ ആഘോഷം എല്ലാവരും കൂടി അവിടെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ന്യൂസിൻ്റെ ലൈഫിൽ അവൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ എന്നിട്ടത്. ഫസ്റ്റത്തൊക്കെ ഘോഷമാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് ആദ്യമായിട്ട് കഴിക്കണേ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.